എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ജോബ് വേക്കൻസി ഉണ്ട്. 10ാം ക്ലാസ് മുതൽ വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡൂണേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. ഇതിലേക്ക് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. തസ്തിക ഏതാണെന്നും ക്വാളിഫിക്കേഷൻ എന്താണെന്നും നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 6 ആണ്. അതായത് 34,400 മുതൽ 1,12,400 വരെയാണ്. കാറ്റഗറി SC മാത്രമേ ഉള്ളൂ. SC 1 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് BSc ആണ്, അല്ലെങ്കിൽ BCA, അല്ലെങ്കിൽ BE, അല്ലെങ്കിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി, അല്ലെങ്കിൽ IT, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനൊക്കെയാണ് വേണ്ടത്. ഇനി ഈ ക്വാളിഫിക്കേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് BSc എലോങ് വിത്ത് PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരിക്കണം. ഇതല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് 3 ഇയർ ഫുൾ ടൈം ഡിപ്ലോമയാണ് ഉണ്ടാവേണ്ടത് ഇൻ CS അല്ലെങ്കിൽ IT. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് ആണ്. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 6 ആണ്. 34,400 മുതൽ 1,12,400 വരെയാണ്. വേക്കൻസി അൺറിസർവ്ഡ് 1 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് 3 ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ. ഇതല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് BTech ആണ് വേണ്ടത്. സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചിലർ ഇൻ ആർക്കിടെക്ചർ ഡിഗ്രിയാണ് വേണ്ടത്. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഓഡിയോ വിഷ്വൽ ആണ്. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 6 ആണ്. 34,400 മുതൽ 1,12,400 വരെയാണ്. കാറ്റഗറി വരുന്നത് ST 1 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് BSc ആണ്, അല്ലെങ്കിൽ BCA, BE, BTech ആണ് വേണ്ടത്. ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി, ഓർ IT, ഓർ ഇലക്ട്രോണിക്സ്, ഓർ ഇലക്ട്രിക്കൽ, ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷനൊക്കെയാണ് വേണ്ടത്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ BSc ആണ് വേണ്ടത് വിത്ത് മിനിമം 1 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ്, അല്ലെങ്കിൽ സൗണ്ട് റെക്കോർഡിംഗ് ആണ് വേണ്ടത്. ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് 3 ഇയർ ഫുൾ ടൈം ഡിപ്ലോമയാണ് വേണ്ടത് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ്, അല്ലെങ്കിൽ സൗണ്ട് റെക്കോർഡിംഗ് ആണ്. അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ ആണ്. ഫീൽഡ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ 2 ആണ്. 19,900 മുതൽ 63,200 വരെയാണ്. കാറ്റഗറി SC 1 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. +2 വിത്ത് സയൻസ് ആണ് വേണ്ടത്. 60% മാർക്കുണ്ടായിരിക്കണം. കൂടാതെ 1 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ, അല്ലെങ്കിൽ ലാൻഡ് സർവേ ആർക്കിടെക്ചർ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത തസ്തിക വരുന്നത് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ്. ശമ്പളം ലഭിക്കുന്നത് ലെവൽ 4 ആണ്. അതായത് 25,500 മുതൽ 81,100 വരെയാണ്. കാറ്റഗറി വരുന്നത് അൺറിസർവ്ഡ് 1, OBC 1 ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. കൂടാതെ സ്പീഡ് ഓഫ് 80 വേർഡ് പെർ മിനിറ്റ് ഇൻ ഷോർട്ട് ഹാൻഡ്, കൂടാതെ 40/35 വേർഡ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഓൺ കമ്പ്യൂട്ടർ ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 ആണ്. ശമ്പളം വരുന്നത് ലെവൽ 2 ആണ്. 19,900 മുതൽ 63,200 വരെ. കാറ്റഗറി ST 1 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. കൂടാതെ 1 മിനിറ്റിൽ 35 അല്ലെങ്കിൽ 30 ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. അടുത്ത തസ്തിക വരുന്നത് ഡ്രൈവർ ആണ്. ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ്. ശമ്പളം ലഭിക്കുന്നത് 19,900 മുതൽ 63,200 വരെയാണ്. കാറ്റഗറി ST 1 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. കൂടാതെ ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് കുക്കാണ്. ശമ്പളം ലഭിക്കുന്നത് 19,900 മുതൽ 63,200 വരെയാണ്. കാറ്റഗറി OBC 1, SC 1, ST 1 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഹൈസ്കൂൾ വിത്ത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കുക്കറിയാണ് വേണ്ടത്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇനി അടുത്ത പോസ്റ്റ് ലാബ് അറ്റൻഡൻ്റ് ആണ്. ശമ്പളം ലഭിക്കുന്നത് 18,000 മുതൽ 56,900 വരെയാണ്. കാറ്റഗറി വരുന്നത് അൺറിസർവ്ഡ് 3, OBC 1, ST 1 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ഇൻ സയൻസ് ആണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സും കൂടാതെ സർട്ടിഫിക്കറ്റ് ഓർ ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ്, അല്ലെങ്കിൽ ലാബ് ടെക്നോളജി, അല്ലെങ്കിൽ IT ആവശ്യമാണ്. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഈ യോഗ്യത നോക്കിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരുന്നതാണ്.
അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ ഒന്നിലധികം പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും അപേക്ഷ വെക്കേണ്ടതാണ്. ഇനി പ്രായപരിധി നോക്കാം. ഇതിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഓഡിയോ വിഷ്വൽ, ടെക്നീഷ്യൻ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും തസ്തികകളിലേക്ക് 18 മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ജൂനിയർ സ്റ്റെനോഗ്രാഫർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3, ഡ്രൈവർ, കുക്ക് ആണെന്നുണ്ടെങ്കിൽ 18 മുതൽ 27 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലാബ് അറ്റൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ 18 മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതുകൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും ഏജിൽ ഇളവുമുണ്ട്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയാണ്. താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴിയാണ് അയച്ചു കൊടുക്കേണ്ടത്. രജിസ്റ്റേർഡ് ആയിട്ടോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ ആണ് അയക്കേണ്ടത്. അയക്കേണ്ട അഡ്രസ്സ് ദ രജിസ്ട്രാർ, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ചന്ദ്രാബണി, ഡെറാഡൂൺ, പിൻകോഡ് 248001, ഉത്തരാഖണ്ഡ്. ഈ അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. നിങ്ങൾ പോസ്റ്റ് അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണെന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് വേണം നിങ്ങൾ അയക്കാനായിട്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പികളൂടെ വെച്ച് വേണം അയക്കാനായിട്ട്. അപേക്ഷ അവിടെ കിട്ടേണ്ട അവസാന തീയതി ജനുവരി 6 2025 ജനുവരി 6. സമയമുണ്ട്. താല്പര്യമുള്ളവർ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് എല്ലാ ഡോക്യുമെൻസിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ സഹിതം പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ്. റിസർവ്ഡ് കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതാത് SC/ST OBC കാറ്റഗറിയുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് തന്നെ അയച്ചു കൊടുക്കേണ്ടതാണ്. ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 700 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ആപ്ലിക്കേഷൻ ഫീസ് അയക്കേണ്ടത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് DD ആയിട്ടാണ്. ഇൻ ഫേവർ ഓഫ് ദ ഡയറക്ടർ, വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെറാഡൂൺ എന്ന പേരിൽ മാറാവുന്ന ഒരു DD ആയിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അയക്കേണ്ടത്. പോസ്റ്റിൻ്റെ കൂടെ അയച്ചു കൊടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ടത് SC/ST കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ ഏജ്, എക്സ്പീരിയൻസ്, കാസ്റ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ കൃത്യമായിട്ട് വെക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അപേക്ഷയും വേണം. സെപ്പറേറ്റ് DDയും സെപ്പറേറ്റ് കോപ്പികളൊക്കെ വെച്ച് വേണം അയക്കാനായിട്ട്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടൺ എക്സാമിനേഷനുണ്ട്. എക്സാം വരുന്നത് ഡെറാഡൂണിൽ വെച്ചായിരിക്കും. എക്സാമിൻ്റെ സബ്ജക്ട്സ് നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, IT, എഞ്ചിനീയറിംഗ്, ഓഡിയോ വിഷ്വലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്ജക്ട്സ് വരുന്നത് ജനറൽ അവെയർനെസ്, റീസണിങ് എബിലിറ്റി, മാത്തമെറ്റിക്കൽ എബിലിറ്റി, ടെസ്റ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. പേപ്പർ 2 ആയിട്ട് essay ഉണ്ടായിരിക്കും, ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. ഇനി ടെക്നീഷ്യൻ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ സബ്ജക്ട്സ് വരുന്നത് ജനറൽ അവെയർനെസ്, റീസണിങ് എബിലിറ്റി, മാത്തമെറ്റിക്കൽ എബിലിറ്റി, ടെസ്റ്റ് ഓഫ് ലാംഗ്വേജ് തന്നെയാണ്. കൂടാതെ സ്കിൽ അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ റിട്ടൺ എക്സാമിന് വരുന്നത് ജനറൽ അവെയർനെസ്, റീസണിങ് എബിലിറ്റി, മാത്തമെറ്റിക്കൽ എബിലിറ്റി, ടെസ്റ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. കൂടാതെ സ്റ്റെനോഗ്രഫി ആൻഡ് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 ആണെന്നുണ്ടെങ്കിൽ എക്സാം സെയിം തന്നെയാണ്. കൂടാതെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ എക്സാം വരുന്നത് റീസണിങ് എബിലിറ്റി, മാത്തമെറ്റിക്കൽ എബിലിറ്റി, കൂടാതെ ടെസ്റ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. പേപ്പർ 2 ആയിട്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഡ്രൈവിംഗ് ടെസ്റ്റാണ് വരുന്നത്. അടുത്ത തസ്തിക കുക്കാണ്. സബ്ജക്ട്സ് വരുന്നത് റീസണിങ് എബിലിറ്റി, മാത്തമെറ്റിക്കൽ എബിലിറ്റി, കൂടാതെ ടെസ്റ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. പേപ്പർ 2 ആയിട്ട് കുക്കിങ്ങിൻ്റെ സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ഇനി ലാബ് അറ്റൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ സബ്ജക്ട്സ് വരുന്നത് ജനറൽ അവെയർനെസ്, റീസണിങ് എബിലിറ്റി, മാത്തമെറ്റിക്കൽ എബിലിറ്റി, ടെസ്റ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. കൂടാതെ സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെയാണ് വരുന്നത്. എക്സാമും ഉണ്ടാവും, സ്കില്ല് വേണ്ടതിന് സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. ഓരോന്നിൻ്റെയും വിശദമായിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കേണ്ടതാണ്. ഫോട്ടോയുടെ നടുക്കൂടെ സൈൻ ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ് ഒട്ടിക്കേണ്ടത്. ഫസ്റ്റ് കൊടുക്കുന്നത് അഡ്വർടൈസ്മെൻറ്റ് നമ്പറാണ്. അത് നോട്ടിഫിക്കേഷനിലുണ്ട്. അതായത് ഇതാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ. ഇതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അത് കഴിഞ്ഞ് പോസ്റ്റ് അപ്ലൈഡ് ഫോർ, ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് എന്നുള്ളത് എഴുതുക. അടുത്തത് ആപ്ലിക്കേഷൻ ഫീ ആണ്. നിങ്ങളത് DD ആയിട്ട് അയച്ചിട്ട് ഇവിടെ നിങ്ങൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് DDയുടെ ഡീറ്റെയിൽസ് ആണ് എഴുതേണ്ടത്. നിങ്ങളുടെ കാറ്റഗറി എഴുതുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റ് ഏത് കാറ്റഗറി ആണെന്നുള്ളത് എഴുതുക. എന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് എഴുതുക. ഓൾറെഡി എംപ്ലോയി ആയിരുന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. ലാസ്റ്റ് ഡിക്ലറേഷൻ സൈൻ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. താല്പര്യമുള്ളവർ പോസ്റ്റ് വഴി ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോമും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ DD ആയിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. താല്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.